ഹായ് ഫ്രണ്ട്സ്, ലൈവ് കേരളയിൽ കുറച്ച് മുന്നേ ഹാൻഡ്സെറ്റിൽ സേവ് ചെയ്തിട്ടുള്ള വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ കണ്ടെത്താം എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണിത്. ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൈഫൈയുടെ പാസ്വേഡ് ES ഫയൽ എക്സ്പ്ലോറർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടെത്താമെന്നതാണ്. ഇതിന് മുന്നേ ഹാൻഡ്സെറ്റ് റൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹാൻഡ്സെറ്റ് റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പാസ്വേഡ് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇന്ന് ഒരുവിധ ആളുകളൊക്കെ ഹാൻഡ്സെറ്റ് റൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ചെയ്യാത്തവർ അല്ലെങ്കിൽ അത് അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി അതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ലഭ്യമാണ്. അതിൽ നിന്ന് ഏതെങ്കിലും വീഡിയോ നോക്കി അതുപോലെ ചെയ്ത് റൂട്ട് ചെയ്യുക എല്ലാ ഹാൻഡ്സെറ്റും. ശേഷം ES ഫയൽ എക്സ്പ്ലോറും ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് കാണിക്കുക. മുകളിൽ സ്റ്റോറേജും SD കാർഡ്, അടിയിൽ വേറെയും കുറച്ച് ഓപ്ഷൻസുകൾ കാണിക്കും. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാകും, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പരിചയപ്പെടുത്തുന്നില്ല. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലത്തോട്ട് സ്ക്രോൾ ചെയ്ത് എടുക്കുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. സെറ്റിങ്സ്, ഫേവറേറ്റ്, ലോക്കൽ. താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെയും ഒരുപാട് ഓപ്ഷൻസുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് താഴെ നിന്നും റൂട്ട് എക്സ്പ്ലോറർ എന്ന് കാണിക്കുന്നതിന് നേരെ ഒരു ബട്ടൺ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് റൂട്ട് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിന് താഴെ തന്നെ വീണ്ടും ഒരു ഷോ ഹിഡൻ ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം മുകളിലോട്ട് തന്നെ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ ലോക്കൽ എന്നത് ഓപ്പൺ ചെയ്യുക. ലോക്കൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഹോം, ഡൗൺലോഡ്, ഇന്റർണൽ സ്റ്റോറേജ്, SD കാർഡ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസുകൾ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഡിവൈസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫോൾഡേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഡാറ്റ എന്നൊരു ഫോൾഡർ കാണിക്കുന്നുണ്ട്. വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പല ഹാൻഡ്സെറ്റുകൾ കാണിക്കുന്നത്. ഇവിടെയാണ് കാണിക്കുന്നത്. ഇതിൽ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പേജിലെത്തും. അടുത്ത പേജിൽ അടിയിലോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് MISC എന്നൊരു ഫോൾഡർ, ഈ MISC എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിനുള്ളിൽ അവസാനമായിട്ട് വൈഫൈ എന്നൊരു ഫോൾഡർ കാണിക്കും. ആ വൈഫൈ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. WPS ആപ്ലിക്കൻ്റ് എന്നൊരു ടെക്സ്റ്റ് ഫയൽ കാണുന്നുണ്ട്. ഈ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇതിൽ നിന്ന് ES നോട്ട് എഡിറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ഹാൻഡ്സെറ്റ് സേവ് ചെയ്തിട്ടുള്ള വൈഫൈയുടെ പാസ്വേഡ് കാണും. അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക്. നെറ്റ്വർക്ക്, അതിനിടയിൽ SSID, ഇതിന് നേരെ പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ വൈഫൈയുടെ നെയിം. അതിനിടയിൽ PSK, പാസ് കീ എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാസ്വേഡ്. ഇങ്ങനെ എൻ്റെ ഹാൻഡ്സെറ്റ് 4 വൈഫൈ ആണ് സേവ് ചെയ്തിട്ടുള്ളത്. ഈ 4 വൈഫൈയുടെയും പാസ്വേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനിയും ലൈവ് കെയർ പേജിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മൊബൈൽ ടിപ്സുകൾ കിട്ടുന്നതാണ്. അത് എല്ലാവർക്കും ലഭ്യമാകുന്നതിനായിട്ട് പരമാവധി പേജ് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോയും അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമാകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ്.